കയറിയിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി അങ്ങോട്ടാണ് വന്നത്. കുറേ നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇതേ വയസ്സ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വള്ളത്തിലൊക്കെ യാത്ര ചെയ്യാം കേട്ടോ. എത്ര ഏട്ടാ ഇതിങ്ങനെ? ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ജസീൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ട്രാവൽ വീഡിയോ കേട്ടോ. ട്രാവൽ വീഡിയോ എന്ന് പറയുമ്പം പ്രത്യേകിച്ച് നമ്മൾ ലോങ്ങോ കാര്യങ്ങളൊന്നും അല്ല പോകുന്നത്. ചെറിയൊരു റൈഡെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ആലപ്പുഴ ജില്ലയുടെയും കൊല്ലം ജില്ലയുടെ ഇടയ്ക്ക് വരുന്ന ഒരു സ്ഥലം എന്ന് വേണം പറയാം. ശരിക്കും ഇത് ഇടയ്ക്ക് വരുന്ന സ്ഥലമല്ല, ഇത് പ്രോപ്പറായിട്ട് കൊല്ലം ജില്ലയിൽ തന്നെ ഉള്ളത്. നമുക്ക് ആലപ്പുഴക്കാർക്കും കൊല്ലംകാർക്കും പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഏതൊരു സ്ഥലം എന്നുള്ള കാര്യം. വേറെ ഒന്നുമല്ല, നമ്മൾ സാമ്പ്രാണിക്കുടിയിലേക്കാണ് പോകുന്നത്. നമുക്ക് കായലിൻ്റെ നടുക്കൂടെ നടക്കാനും ഒക്കെ പറ്റുന്ന ഒരു പ്ലേസാണ്. ഞാൻ കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും വീഡിയോയ്ക്കടുത്ത് ആദ്യം തൊട്ട് അവസാനം വരെ തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. നിങ്ങൾക്ക് അപ്പോഴത്തേക്ക് ഒരു ഐഡിയ കിട്ടും സ്ഥലം എങ്ങനെ ഉണ്ട്, കൊള്ളാവോ, നമുക്ക് എങ്ങനെ പോകാം, എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അവിടെ ചെന്നിട്ടാണ്. പിന്നെ വേറൊരു കാര്യമില്ല, ഞാൻ എനിക്ക് ഫോണൊന്ന് മാറ്റിയായിരുന്നു. അപ്പം ഇതിൻ്റെ വീഡിയോ ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്നൊന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നേരത്തെ വീഡിയോ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്നിട്ട് ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് വീഡിയോയുടെ ഫ്ലോയിൽ തന്നെ പറയാം ഏതാ ഫോണെന്നുള്ള കാര്യം. എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും, ഞാൻ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് തിരിച്ച് സാമ്പ്രാണിക്കുടിയിൽ എത്തിയിട്ടുണ്ട്. കുറേ നേരം നമ്മൾ കറങ്ങി ലാസ്റ്റ് സാമ്പ്രാണിക്കുടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമുക്ക് ചെറിയ ടാസ്ക് കിട്ടി. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ടാസ്ക് ഒന്നും അല്ല. ടാസ്ക് എന്ന് പറയുമ്പം ഒരു ബോട്ട് പോകണമെങ്കിൽ ശരിക്കും 7 പേര് വേണം, അല്ലെങ്കിൽ 7 പേരുടെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പോകേണ്ടി വരും. എന്തായാലും ആ ഒരു പ്ലാൻ ഇല്ല. എന്തായാലും ബാക്കിയുള്ളവരെ കാത്തിവിടെ നിൽക്കുക. ബാക്കിയുള്ളവർ ഇപ്പോൾ ഉടനെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെയും കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഒരു ബോട്ട് 7 പേരാകുമ്പോഴാണ് ഇവർ ഇവിടുന്ന് ബോട്ട് എടുക്കുന്നത്. ഒരാൾക്ക് 150 രൂപ ടിക്കറ്റ് തരുന്നത്. ഇപ്പം ഒരു ബോട്ട് പോകണമെങ്കിൽ 1050 അങ്ങനെ എന്തോ റേറ്റ് പറഞ്ഞത്, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. 7 പേർക്കുള്ള ടിക്കറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം അതനുസരിച്ച് 150 വെച്ച് 7 നിങ്ങളൊന്ന് കൂട്ടി വെക്കാൻ മതി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇവിടുത്തെ ലൊക്കേഷനൊക്കെ ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. നെറ്റൊക്കെ ഇല്ല, അതേപോലത്തെ സംഭവമൊക്കെ ഉണ്ട്. കണ്ടോ, ഈ അവിടെ ചൈനീസ് നെറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ കാണുന്ന സംഭവമില്ലേ, ദേ അവിടെ അങ്ങ് ആ കാണുന്നതാണ് നമ്മുടെ സാമ്പ്രാണിക്കുടി. ഈ കാണുന്ന അതൊക്കെയാണ് സാമ്പ്രാണിക്കുടി. ഈ 9X ഇട്ട് കാണിച്ചു തരാം. എങ്ങനെയുണ്ട്, ക്ലിയർ ഉണ്ടോ 9X ഇട്ട് വരുമ്പോൾ? കൊള്ളാമില്ലേ? ഇത് ആ കാണുന്ന ആ കുരിശൊക്കെ കാണുന്നില്ലേ, അതാണ് സംഭവം. എക്സ് തന്നെ കിടക്കട്ടെ. കൊള്ളാം കേട്ടോ സംഭവം. ഇവിടെ എല്ലാം ബോട്ട് കിടപ്പുണ്ട്. എല്ലാം നമുക്ക് പോകാനുള്ള ബോട്ടുകളാണ്. ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടേപ്പുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ, ഞാൻ ഇപ്പോഴാണ് സംഭവം അറിയുന്നത്. നിങ്ങൾക്കാണെങ്കിൽ ഓൺലൈൻ വഴിയും ബുക്ക് ചെയ്യാം. അതിൻ്റെ ആണെങ്കിൽ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ സംഭവം മനസ്സിലായത്. ഇത് നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടി കേട്ടോ. വേണ്ട, കണ്ടില്ലേ, കുരിപ്പുഴ ബോട്ട് ജെട്ടി, ടൈം സ്ലോട്ട് 2 to 2:50 വരെ ഉള്ളല്ലോ. ഇതാണ് നമ്മുടെ 42-ാം നമ്പർ ബോട്ട്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാം. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി അങ്ങോട്ടാണ് വന്നത്. കുറേ നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് ബോട്ട് കിട്ടി പോകാൻ പറ്റിയത്. കാണുന്നില്ലേ, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ആ കാണുന്ന ഐലൻഡിലേക്ക്. അതാണ് നമ്മുടെ സാമ്പ്രാണിക്കുടി ഐലൻഡ്. കണ്ടോ, നമുക്ക് അങ്ങനെ സൂം ചെയ്ത് കാണാൻ പറ്റും. ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മറ്റേ പാലമൊക്കെ കാണാം കേട്ടോ. പാലം മീൻസ് ബൈപ്പാസ് ഇല്ലേ, നമ്മൾ വന്ന ബൈപ്പാസ്. ആ ബൈപ്പാസൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റുമോ? നമ്മളെ കൂടെ എത്താറായിരിക്കുന്നു. ഓൾമോസ്റ്റ് നമ്മളവിടെ എത്തി കേട്ടോ. ഓൾമോസ്റ്റ് വി റീച്ച് ദെയർ. ഇവിടെ നമ്മുടെ ഐലൻഡ് വരുന്നത്. അവിടുത്തെ വെള്ളമൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. എല്ലാവരും ഇറങ്ങി കിടക്കുന്ന കണ്ടില്ലേ, വെള്ളത്തിൽ കൂടെ ഇറങ്ങി കിടക്കുന്നതൊക്കെ നൈസാ. കണ്ടില്ലേ, നമുക്ക് എന്തായാലും പാഞ്ചൊക്കെ മുടക്കി വെച്ചിട്ട് ഇറങ്ങാം കേട്ടോ. പാഞ്ച് പരമാവധി നനയ്ക്കാതിരിക്കാൻ നമുക്ക് നോക്കാം. ബാക്കിയൊന്നും നമുക്കറിയില്ല. ചേട്ടാ ഇവിടുത്തെ പറ്റി 2 വാക്ക് പറയാം. ചേട്ടന്റെ പേരെന്താ? എന്റെ പേരാണ് മെൽവിൻ. ചേട്ടാ ഇവിടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? ഈ സാമ്പ്രാണിക്കോടി ഐലൻഡ് എന്താന്നുള്ളത് 10 പേരെ അറിയിപ്പിക്കാൻ
ഓക്കെ. ഏറ്റവും ആഴം കൂടിയ കായലെ അഷ്ടമുടി കായലിന്റെ മധ്യഭാഗത്ത് നമുക്ക് ഇറങ്ങി നടക്കാം. ഇതാണ് കായലിന്റെ മധ്യത്തിലാണ്, കണ്ടോ, നല്ല മാങ്ങയുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, എന്തെല്ലാം കച്ചവടങ്ങളുണ്ട്. അതാണ് ഇവിടുത്തെ ഫാൻസി എന്ന് പറയും. ആദ്യത്തെ എല്ലാം ഉണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. കേട്ടോ, നമ്മൾ ഈ മധ്യത്ത്, കേരളത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ കായല് അഷ്ടമുടി കായലിന് മധ്യത്തെ ഇറങ്ങി നടക്കുന്നു. ഓക്കെ ഓക്കെ. നമുക്ക് കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത്? ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത് എത്ര ആഴം കാണും ഇവിടെ? മുട്ടിഞ്ഞ മാക്സിമം ഇത് ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൂടി നിൽക്കുന്നതിന് താഴ്ച വരെ ഉള്ളില്ലേ? ഓക്കെ ഓക്കെ. ഉണങ്ങി കിടക്കും, ഒട്ടും വെള്ളമില്ല. ഓ അത് നൈസായി കൊള്ളാല്ലേ. ഞാൻ കായംകുളം. ഇതുവഴിയാണ് നമുക്ക് ഇറങ്ങി പോകേണ്ടത്. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. പേടി വേറെ ഒന്നും കൊണ്ടല്ല, ബാഗും സാധനങ്ങളും ഒക്കെ കിടക്കുമെന്ന്, അതിൻ്റെ ഒരു പേടിയേ ഉള്ളു. പേഴ്സ് എടുത്തിട്ട് നമുക്ക് ബാഗ് വെക്കണോ? കുഴപ്പമില്ല, വരുമ്പോൾ കഴിക്കാം. ഞാൻ പോയി കണ്ടിട്ട് വരാം. പിന്നെ മതി ഞാൻ വരാം ഞാൻ വരാം ചേച്ചി, എന്തായാലും വരാം. കഴിക്കാൻ പോകത്തില്ല. ഇത് കഴിച്ച് ഞാൻ നല്ലോണം നനഞ്ഞിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നമ്മൾ നനയാൻ വേണ്ടിയിട്ടല്ലേ വന്നേ. ഇതേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ? അത്യാവശ്യം വെള്ളത്തിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടക്കാം. ഇത് കണ്ടില്ലേ, ഞാൻ നടക്കുന്നുണ്ട്. ഞാൻ പാഞ്ചൊക്കെ നനഞ്ഞു, അതും കുഴപ്പമില്ല. പേടിക്കേണ്ടതായിട്ടുള്ള ആഴമൊന്നുമില്ല, എന്നാലും നല്ലോണം നനയും കേട്ടോ. അത് നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ പാലും കാര്യങ്ങളൊക്കെ നല്ലോണം നനയും, അല്ലാണ്ട് വേറെ സീനൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വരാം. ഇവിടെ എല്ലാം മറ്റേ മാങ്ങ, പൈനാപ്പിൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ നടക്കുക, അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. മീനൊക്കെ ഉണ്ട് കേട്ടോ, മീൻ കാണാൻ പറ്റുമോ? കൊള്ളാം. അതേ അവിടെ സാമ്പ്രാണിക്കുടി എന്നൊക്കെ എഴുതിയപ്പോൾ ഉണ്ട്, ഒരു വെറൈറ്റി ഫീലാണ്. ശരിക്കും ആദ്യമായിട്ട് കേട്ടോ ഞാൻ കായലും എല്ലാ സംഭവം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേപോലൊരു സംഭവം ശരിക്കും ഇതേപോലൊരു സംഭവം ആദ്യമായിട്ടാണ്. നല്ല രസമുണ്ട്. നമുക്ക് പോകാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതേ കഴിച്ചു അവിടെ കൊടി വെച്ചേക്കുന്നുണ്ടോ, ആ കൊടി വരെയാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. അവിടെ വരെ വലിയ ആഴമൊന്നുമില്ല, അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മൾ മുങ്ങും, അത് ഉറപ്പാണ്. അപ്പം നല്ല വെള്ളമുണ്ട് കേട്ടോ. അതേ ഇവിടം വരെ ഏകദേശം വെള്ളമുണ്ട്, കുളിക്കുകയൊക്കെ ചെയ്യുക അവിടെ. അതേപോലെയുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് നമ്മൾ വരണം. ഈ കണ്ടലില്ലേ, കണ്ടൽക്കാടിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എങ്ങനെയാണെന്ന്. ഞാൻ ശരിക്കും നന്നെ കേട്ടോ, ബൈക്ക് ഓടിച്ച് പോകുന്നത് ഇനി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സീറ്റ് ഇരുന്നിട്ട് ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്തത്. ഞാൻ ആദ്യം ആലോചിച്ചു ഒരു പാഞ്ചോടെ എക്സ്ട്രാ എടുത്താലോ എന്ന്, പിന്നെയും വിചാരിച്ച് വേണ്ടാന്ന്. ഇപ്പം വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും നമുക്ക് തോന്നുന്നില്ല. ബുദ്ധിമുട്ട് തോന്നുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് പോവല്ലോ, പോകുന്ന ടൈമിൽ ബൈക്കിലിരിക്കുമ്പോഴാണ് ശരിക്കുള്ള ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നത്. അല്ലാത്ത പക്ഷേ ഇപ്പം നമുക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ തോന്നത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ ശരിക്കും നനഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തായാലും നനഞ്ഞ സ്ഥിതിക്ക് കുളിച്ച് തന്നെ കയറാമെന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത്. അവിടെ കുറച്ച് ഇരിക്കാൻ പറ്റുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ഞാൻ ആക്ച്വലി വിചാരിച്ചതേ ഇന്ന് അധികം തിരക്ക് കാണത്തില്ല, വലിയ ക്രൗഡൊന്നും അല്ലെന്ന്. പക്ഷേ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്ന് തിങ്കളാഴ്ചയാണ്. സാധാരണ സാറ്റർഡേ സൺഡേ ഒക്കെയാണ് അത്യാവശ്യം നല്ല തിരക്കുള്ളത്, പക്ഷേ ഇന്നും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. സാധാരണ കമ്പാരിറ്റീവ്ലി വീക്കെൻഡ് വെച്ച് നോക്കുമ്പോൾ തിരക്ക് കുറവാണ്, എന്നാലും ഒരുവിധം നല്ല തിരക്കുണ്ട്. നല്ല രസം കേട്ടോ ഇങ്ങനെ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട്. ശരിക്കും എനിക്ക് ഒരു സജഷൻ ഉണ്ട് കേട്ടോ. നിങ്ങളിവിടെ വരുവാണെങ്കിൽ നിങ്ങളൊരു ഷോർട്സ് വല്ല ഇട്ടിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇവിടെ വെച്ച് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നമ്മൾ വണ്ടിയിലിരിക്കത്തില്ലേ, ഇപ്പം കാറ് വരുന്നവർക്കായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളത്. കാറിൻ്റെ സീറ്റ് മൊത്തം അഴുക്ക്, ആ വെള്ളം പിടിച്ച് അഴുക്കായി അങ്ങനത്തെ സീനൊക്കെ ആയിരിക്കും. നിങ്ങളൊരു ഷോർട്സ് ഇട്ടിട്ട് വരുവാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് കാണത്തില്ല. ബൈക്കിൽ പോകുന്നവർക്ക് വലിയ സീൻ കാണത്തില്ല, കാറ്റടിക്കുമല്ലോ, അപ്പം വലിയ ഇതില്ലാതെ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ എല്ലാം കൂടുതലും ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാട്ടോ വന്നേക്കുന്നത്. ഫാമിലി
അങ്ങനെയുള്ള ഒരു ഇതാണ്. ഇതേ കഴിച്ച് നമുക്ക് ഈ ചേച്ചിയുടെ കയ്യിൽ നിന്നൊരു മാങ്ങ വാങ്ങാം കേട്ടോ. നമ്മൾ വെച്ച് വാങ്ങിച്ച ചേച്ചി ഒരു കുത്താൻ പറ്റിയ എന്തെങ്കിലും ഒരു സാധനം തരാം, കുത്തിയേക്കാം. ഇതേ കഴിച്ച് ഇവിടെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ക്യാഷ് എടുക്കണം, ക്യാഷ് നനിയാന്നുള്ള പേടിയൊന്നും വേണ്ട, ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് എല്ലായിടും. അതോർത്ത് പേടിക്കണ്ട. നമുക്കിനി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വരുന്നിട്ട് ഇത് കഴിക്കാം. ചേച്ചി പറയുന്ന പൈസ ഉള്ളൊരു മൊബൈലായിട്ട് ഇനി വന്നാൽ മതി. എന്നാൽ നമുക്ക് മാങ്ങ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ടുണ്ട്, ഒരു ഫോണായിട്ട് ഇങ്ങനെ കഴിക്കും. സീരിയസ്ലി മാങ്ങ കൊള്ളത്തില്ല കേട്ടോ. ഒരുമാതിരി വാടി മാങ്ങ പോയിരിക്കും, കൊള്ളത്തില്ല. ഇതേ വയസ്സ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വള്ളത്തിലൊക്കെ യാത്ര ചെയ്യാം കേട്ടോ. എത്ര ഏട്ടാ ഇതിങ്ങനെ ബോട്ടിൽ പോകുന്നത്, വെള്ളത്തിൽ പോകുന്നത്? അരമണിക്കൂർ 100 രൂപ ഒരാൾക്ക്. വയസ്സ് ഈ വെള്ളത്തിൽ അരമണിക്കൂർ പോകുന്നതിന് 100 രൂപ കേട്ടോ ഒരാൾക്ക്. നിങ്ങൾ 5-6 പേരൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് പോയിട്ട് വരാം. വരുന്നവർക്ക് ഞാൻ ടിപ്പ് പറഞ്ഞുതരാം. ഇവിടെ നിന്ന് മാങ്ങ വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ മാങ്ങ വാങ്ങണ്ട, പൈനാപ്പിൾ വാങ്ങിക്കും കേട്ടോ. മാങ്ങ 10 പൈസയ്ക്ക് കൊള്ളത്തില്ല. ഒരുമാതിരി എന്താ പറയുന്നത്, മറ്റേ വാടി മാങ്ങയ്ക്കകത്ത് ഉപ്പും മുളക് ഇട്ട പോലെ ഉണ്ട്. പൈനാപ്പിൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ, പൈനാപ്പിൾ നൈസാണ്, പൈനാപ്പിൾ ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് അപ്പുറത്തോട്ട് പോയി നോക്കാം, ഒരു കയറി അപ്പുറത്തിറങ്ങാം. ബഹളം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് എത്രമാത്രം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഇവിടെ ഒന്നും വലിയ ആഴമില്ല കേട്ടോ. ഇവിടെ അങ്ങോട്ട് പോകുന്നിടത്താ, അങ്ങോട്ടൊക്കെ അത്യാവശ്യം നല്ല ആഴം. കുറേ നേരത്തെ അലച്ചിലിന് ശേഷം, അലച്ചിലല്ലേ നമ്മൾ കുറേ നേരമായിട്ട് ഇവിടെ എല്ലാം നടന്ന് കണ്ട് എല്ലാം സെറ്റായിരുന്നു. നമ്മുടെ ദേഹം എല്ലാം നനഞ്ഞിരിക്കും, അതേ കണ്ടില്ലേ. ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെയിലുള്ള സ്ഥലത്തോട്ട് മാറിയിരുന്ന്. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നൈസൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ നടുക്കോടെ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരു സംഭവം. അത്യാവശ്യം നൈസൊരു എക്സ്പീരിയൻസ് ആട്ടോ. ഞങ്ങൾ മസ്റ്റായിട്ട് ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും വന്നൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അത് വേറൊരു ഫീൽ തന്നെയാണ്, ആ വെള്ളത്തിൽ കൂടെ കായലിൻ്റെ നടുക്കൂടെ തന്നെ നടക്കുന്നതൊക്കെ നൈസാ. നമ്മുടെ റൈഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിനി തിരിച്ചങ്ങോട്ട് പോകാം കേട്ടോ, പള്ളിയുടെ അവിടെ. നമ്മുടെ ബോർഡിംഗ് പോയിന്റ് ഇല്ലായിരുന്നോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പള്ളിയുടെ അവിടെ, അങ്ങോട്ടാണ് നമ്മൾ തിരിച്ചു പോകാൻ പോകുന്നത്. പള്ളി അവിടെ, നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം. നേരത്തെ ആണെങ്കിൽ ഇവിടെ ഒറ്റ ഞെട്ടിയുള്ളായിരുന്നു, ഇപ്പൊ നമുക്ക് 4 ഞെട്ടിയുണ്ട്. നമുക്ക് 4 സ്ഥലത്ത് നിന്ന് കയറാൻ പറ്റും, 4 സ്ഥലത്ത് നിന്ന് നമുക്കിപ്പം കയറാൻ പറ്റും. അവിടെ നിന്നെല്ലാം അതിപ്പോ എന്തായാലും ഒരു എളുപ്പമാണ്. ഞാനിപ്പോ വന്നില്ലേ ഹൈവേന്ന് ജസ്റ്റ് കട്ട് ചെയ്ത്, അങ്ങനെ വരുവാണെങ്കിൽ കുരിപ്പുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ബോട്ട് കയറിയില്ലേ, അവിടുന്ന് വരുന്നതാ നമ്മുടെ എന്താ ആലപ്പുഴയിൽ നിന്നൊക്കെ വരുന്നില്ല, ആലപ്പുഴ സൈഡിൽ നിന്നൊക്കെ വരുന്നത് ഹൈവേ വരും. അങ്ങനെ നമ്മൾ കാണാൻ പറ്റുമോ സീ ബ്രോയാന്ന് നമുക്ക് നമ്മളെ കൊണ്ടുപോയതൊക്കെ. ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ എവറിത്തിങ്. നന്ദിയുണ്ട്, നല്ല റൈഡായിരുന്നു കേട്ടോ. അടുത്തടുത്ത് നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ പോയിന്റ് എത്തിയിട്ടുണ്ട്. കൊള്ളായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല റൈഡായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു റൈഡും കാര്യങ്ങളൊക്കെ. പാഞ്ചൊക്കെ തന്നെ, അത് മാത്രമേ ഉള്ളൂ ഷോ ആയിപ്പോയത്, ബാക്കിയെല്ലാം കിടിലായിരുന്നു. നമുക്ക് ഇവിടെ ടിക്കറ്റ് തന്നേട്ടെ, താങ്ക് യു. ഹെൽമെറ്റ് എടുത്തില്ല കേട്ടോ ഗൈസ്, നമ്മുടെ ഹെൽമെറ്റ് ഇവിടെ വെച്ചിട്ടോ. ഹെൽമെറ്റ് എടുത്തിട്ട് പോവാം. ഹെൽമെറ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്, നൈസ് റൈഡായിരുന്നു. ഇനി അങ്ങോട്ടുള്ള ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ നേരെ ഒറ്റ വിടൽ നേരെ വീട്ടിലോട്ട്, വീട്ടിൽ പോയിട്ട് എല്ലാം കഴിക്കാമെന്നുള്ള പ്ലാനാണ്. ചിലപ്പം പോകുന്ന വഴിക്ക് വിശക്ക് വന്നെങ്കിൽ പുറത്തുനിന്ന് തന്നെ കഴിക്കും. രാവിലെ താമസിച്ച് എണീറ്റാണ് താമസിച്ച് കഴിച്ചത്, അതുകൊണ്ട് വലിയ വിശപ്പ് അനുഭവപ്പെടുന്നില്ല. പോകുന്ന വഴിക്ക് വിശപ്പ് വന്നെങ്കിൽ പുറത്തുനിന്ന് തന്നെ കഴിക്കും. നമുക്ക് എന്തായാലും ഇനിയും വീട്ടിൽ എത്തിയിട്ട് കാണാം. അവിടെ ചെന്നിട്ട് ഇനി കുറേ പരിപാടികളുണ്ട്. പോക്കറ്റ് ഫോൺ നോക്കാൻ പറ്റത്തില്ല, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ബാഗിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. നമുക്ക് അതുവരേക്കും ബൈ.